ഗിരിയുടെ അമ്മയോട് പറയുകയാണ്, ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഗിരിയുടെ സ്വഭാവമൊന്നുമല്ല, ഇപ്പോൾ വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. അവർ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് വേണ്ടി ഇപ്പോൾ എന്തും ചെയ്യാനും പറയാമെന്നും ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഗിരി ആകെ അടിമുടി മാറി പോവുകയാണെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വരുത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ വേണ്ടതെന്നൊക്കെ അറിയാം. ഒരു പദ്ധതിയുണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കണം. അതിപ്പോൾ പറയില്ല, അത് സർപ്രൈസ് ആണെന്ന് പറയുകയാണ്. സർപ്രൈസ് എന്നൊന്നും പറയണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു സർപ്രൈസ് ചെയ്തിട്ട് എന്തായെന്ന് അറിയില്ലേ. ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ച് അവളെ അപകടപ്പെടുത്താൻ വേണ്ടി നോക്കിയിട്ട് എന്തായി, എൻ്റെ മോനല്ലേ അതിനുള്ള ഇത് പറ്റിയത്. അതുകൊണ്ട് നിൻ്റെ ആ പദ്ധതികളൊന്നും നീ വർക്കൗട്ട് ആക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി, അല്ലാതെയുള്ള ഒരു സർപ്രൈസും വേണ്ടാന്ന് തീർത്ത് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, അമ്മയോട് പറയുകയാണ്. അതായത് നമ്മുടെ മഞ്ജു യൂണിഫോം തേക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ അയൺ ബോക്സിൽ നിന്നും അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് അയൺ ബോക്സിൻ്റെ വയർ കട്ട് ചെയ്തിട്ടിട്ട് ഷോക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞാറ്റ പോയിട്ട് ബോക്സിൻ്റെ വയറ് കട്ട് ചെയ്ത് മുറിച്ച് വെക്കുകയാണ്. അതിൻ്റെ പുറകെ തന്നെ മഞ്ജു വന്നിട്ട് തേക്കാനായിട്ട് അയൺ ബോക്സ് കുത്തി തേക്കാനായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് തേക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവർ ഉദ്ദേശിച്ച പോലെ തന്നെ ഷോക്ക് ഏൽക്കുകയാണ്. മഞ്ജുവിന് നല്ല രീതിയിൽ ഷോക്ക് ഏറ്റ് മഞ്ജു ആകെ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതായത് വിറച്ചുകൊണ്ടിരിക്കുന്ന മഞ്ജുവിനെ വന്ന് നമ്മുടെ ഗിരി കാണുകയാണ്. ഗിരി കാണുമ്പോൾ തന്നെ ഓടി വന്നിട്ട് ആ സ്വിച്ച് പെട്ടെന്ന് തന്നെ കണക്ഷൻ വിടിയിപ്പിക്കുന്നു, അത് മാറ്റുന്നു. എന്നിട്ട് മഞ്ജുവിനെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓടുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ടുള്ള തിടുക്കത്തിലാണ് ഗിരി ഓടുന്നത്. ഭാര്യ എടുത്തുകൊണ്ട് ഓടുന്നത് കുഞ്ഞാറ്റ പുറകെ നിന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ തന്നെ വേഗം തന്നെ ഗിരി പോയിട്ട് ഗിരിയുടെ വണ്ടിയിൽ കൊണ്ട് കയറ്റിയിട്ട് മഞ്ജുവിനെ അതിനകത്തേക്ക് കയറ്റാനായിട്ട് കുഞ്ഞാറ്റയോട് തന്നെ ഡോറ് തുറന്നു തരാനൊക്കെ പറയുന്നു. എന്നിട്ട് മഞ്ജുവിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോവുകയാണ്. അവർ പോയതിന് ശേഷം കുഞ്ഞാറ്റ വന്നിട്ട് അമ്മയോട് പറയുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട്, അവൻ്റെ ഒരു വെപ്രാളം കണ്ടില്ലേ, എന്തൊരു സ്നേഹമാണെന്ന് നോക്കി. ഇപ്പം നമ്മളെ കാണിക്കുന്ന പോലെയൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവർ തമ്മിൽ നല്ല പ്രേമം തന്നെയാണ്. അത് തുടങ്ങിക്കഴിഞ്ഞു. അതാണ് അവന് ഇത്ര വെപ്രാളവും ഇത്ര ആകാംക്ഷയും ടെൻഷനും എല്ലാം എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മഞ്ജുവും ഗിരിയും ഒപ്പം മഹിമയും കൂടി തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതാണ്. എന്നിട്ട് മഹിമയും കൂടി മഞ്ജുവിനെ താങ്ങി പിടിച്ച് അകത്തുകൊണ്ട് ഇരുത്തുന്നു. എന്നിട്ട് ഇവിടെ റെസ്റ്റ് എടുക്ക്, ചേച്ചിക്ക് നല്ല റെസ്റ്റ് ആവശ്യമാണ്, ചേച്ചി ഇവിടെ ഇരുന്നാൽ മതി, ഈ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും എങ്കിലും തൻ്റെ ഭാര്യയുടെ, അതായത് മഞ്ജുവിൻ്റെ കൈ, ഷോക്കേറ്റ കൈ നോക്കിയിട്ട് ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തൊട്ടൊക്കെ നോക്കുമ്പോൾ അത് അമ്മയ്ക്കും കുഞ്ഞാറ്റയ്ക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവർ പറഞ്ഞു എന്താ ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പറയുകയാണ് ഗിരിയോട്. അങ്ങ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണെന്നൊക്കെ പറയുമ്പോൾ മഹിമ അത് കേൾക്കുമ്പോൾ പറയുമ്പോൾ പിന്നെ പ്രേമം തോന്നുമ്പോൾ പ്രകടിപ്പിക്കണ്ടേ, അല്ലാണ്ട് അതിനൊരു സമയവും കാലവും ഒക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്. അപ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മ പറയുകയാണ്, എനിക്ക് ഇവൾ പറയുന്ന ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയുമ്പോൾ എനിക്ക് ഈ വീട്ടിൽ കാലുകുത്തുന്നതേ ഇഷ്ടമല്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, അതിന് മുമ്പ് പറഞ്ഞു വിടാൻ നോക്കണ്ടെന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, ഗിരി നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ഗിരിയെ മാറ്റി വെച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ നീ ഇതെന്തല്ല അവൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, നിനക്ക് മറുപടി പറയാനില്ല, നിൻ്റെ അമ്മയെക്കുറിച്ചല്ല അവൾ ഇങ്ങനെയൊക്കെ മോശമായി പറയുന്നതെന്ന് പറയുമ്പോൾ അവൾ ചെറിയ കുട്ടിയല്ല, അവളോട് ക്ഷമിക്കുന്നു പറയുകയാണ്. പിന്നെ അത് മാത്രമല്ല മഞ്ജുവും ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഇവിടെ ഉണ്ടായ അവൾക്കിപ്പോൾ 2 തവണ അപകടമുണ്ടായി, അതവൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തൂങ്ങേണ്ടി വരും, അമ്മയ്ക്കും അത് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് ഞാൻ അവരെ ആരെയും വേർപ്പിക്കാതെ നിൽക്കുന്നതെന്ന് പറയുകയാണ്. പിന്നെ പോകുന്നതിനിടയിൽ പറയുകയാണ്, പിന്നെ മഞ്ജുവിനുണ്ടായ അപകടം ശരിക്കും ഒരു അപകടം തന്നെയല്ലേ, കുഞ്ഞാറ്റ ഇതിനുള്ളിൽ പുറകിലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നീ അവർക്ക് വേണ്ടി കുഞ്ഞാറ്റയെ വരെ സ്വന്തം വീട്ടിലുള്ളവരെ സംശയിക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് സ്വന്തം വീട്ടിലുള്ളവരെ ഒരു സംശയമില്ല, പക്ഷേ കുഞ്ഞാറ്റയെ എനിക്ക് സംശയമുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് എന്തായാലും മഹിമയ്ക്ക് ഞാൻ നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്, അമ്മയോട് മോശമായി പെരുമാറിയതെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുമ്പിൽ ചെന്ന് മഹിമയോട് ദേഷ്യപ്പെടുകയാണ്. അതായത് മഞ്ജു മേളിൽ പോയി നമുക്ക് ഇരിക്കാം, ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ മഹിമ പറയുന്നു, ഫുഡ് കഴിച്ചിട്ടില്ല ചേച്ചി എന്ന് പറയുകയാണ്. ചേച്ചിയുടെ കാര്യമൊക്കെ നോക്കാൻ എനിക്കറിയാം, അവൾ എൻ്റെ ഭാര്യയാണ്, നീ ഇതിൽ കൂടുതൽ ഇടപെടണ്ടെന്ന് പറഞ്ഞ് അമ്മയെ സൂചിപ്പിച്ച് ദേഷ്യപ്പെടുകയാണ് മഹിമയോട്. അതിനുശേഷം കാണിക്കുന്നത് മഞ്ജു ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. മഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ മഞ്ജു പറയുകയാണ്, താഴെ ഇപ്പോൾ ഒച്ച ഉണ്ടാക്കിയതും ദേഷ്യപ്പെട്ടതും അമ്മയെ സമാധാനപ്പെടുത്താനാണല്ലേ എന്ന് പറയുമ്പോൾ മഹിമയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്, അതുകൊണ്ട് അതൊന്ന് സോൾവ് ചെയ്യാൻ എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. നിനക്ക് ഡൗട്ട് ഉണ്ടോ, ഇത് 2 തവണയും നിനക്ക് മനഃപൂർവ്വം ഉണ്ടായ ഒരു അറ്റാക്കാണിത്, അല്ലെങ്കിൽ നിന്നെ മനഃപൂർവ്വം ആരെങ്കിലും അപകടപ്പെടുത്തിയതാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അല്ലാന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം എന്ന് പറയുകയാണ്.
എന്നാൽ നീ കിടക്കാൻ നോക്ക്, ഇനി ഉറങ്ങിക്ക്, ഒട്ടും സമയം കളയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കിടന്ന് ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മഞ്ജുവിന് വേണ്ടി എല്ലാം, അതായത് ചായ, കുളിക്കാനുള്ള വെള്ളം, ഡ്രസ്സ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട് ഗിരി. അതിനുശേഷം അവർ താഴേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവിടെ ഗിരിയുടെ അമ്മയും കുഞ്ഞാറ്റയും ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? ഇപ്പോൾ മഞ്ജുവിനെയും സഹിക്കണം, അവളുടെ അനിയത്തെയും സഹിക്കണം, എന്തൊരു അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവരങ്ങോട്ട് വരികയാണ് ഫുഡ് കഴിക്കാൻ. മഞ്ജുവിനെ മഹിമ അവിടെ ഇരുത്തി ഫുഡ് കഴിപ്പിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാൻ ഇരുത്തുകയാണ്. അപ്പോൾ ഗിരിയുടെ അമ്മ പറയുന്നുണ്ട്, ഇവളെ ഇപ്പോൾ എന്തിനാണ് ഇവിടെ ഇരുത്തിയത്? ഞാൻ കഴിക്കുന്നത് കണ്ടില്ല, ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾ കഴിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ചേച്ചിക്ക് പാടില്ലാത്തതല്ലേ, ചേച്ചി ഫുഡ് കഴിക്കട്ടെ, ഒപ്പം ഇരുന്ന് കഴിച്ചാൽ എന്താണ് കുഴപ്പം? ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നതിൽ നോക്കുമ്പോൾ ഇല്ല, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ കുഴപ്പമുള്ളവർ എഴുന്നേറ്റ് പോട്ടെ എന്ന് പറയുകയാണ് മഹിമ. അപ്പോൾ ഗിരിയുടെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, എങ്കിൽ ഞാൻ തന്നെ എഴുന്നേറ്റ് പോയിക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ മഹിമ പറയുകയാണ്, ചേട്ടാ ചേച്ചിക്ക് ഫുഡ് വേഗം വിളമ്പി കൊടുക്കുക, ചേച്ചിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ധർമ്മസംഘത്തിലായിരിക്കുന്ന ഗിരിയെ കാണിച്ചു